ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. അപ്പോൾ തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 ലെക്ചർ ഇൻ പോളിടെക്നിക്കിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. A 100-watt bulb, a 40-watt fluorescent lamp and a 60-watt fan in a room operates for an average duration of 5 hours in a day. What will be the total energy consumed during the month of April 2016? The option is 3 kilowatt hour, second option 30 kilowatt hour, third option 300 kilowatt hour and fourth option 3000 kilowatt hour. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. So in this question, ടോട്ടൽ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 100 പ്ലസ് 40 പ്ലസ് 60. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 200 വാട്ട്. നെക്സ്റ്റ്, ടോട്ടൽ എനർജി കൺസ്യൂംഡ് പെർ ഡേ. ടോട്ടൽ എനർജി കൺസ്യൂംഡ് പെർ ഡേ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു ടോട്ടൽ പവർ ഇൻറ്റു ടൈം. ടോട്ടൽ എനർജി കൺസ്യൂംഡ് പെർ ഡേ ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ എത്രയാണ്? 200 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1000 വാട്ട് അവർ. വാട്ട് അവറിന് എന്താക്കാം? ഈ വാട്ട് അവർ 1000 വാട്ട് അവർ എന്ന് പറയുന്നതാണ് 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഏപ്രിൽ. സോ ഇസ് ഈക്വൽ ടു 1 കിലോ വാട്ട് അവർ ഇൻ ടു ഏപ്രിൽ മാസത്തിൽ 30 ഡേയ്സ്. സോ ഈക്വൽ ടു 30 കിലോ വാട്ട് അവർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 30 കിലോ വാട്ട് അവർ ആയിരിക്കും. നമുക്കടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. An alternating current is represented by I is equal to 141 sin 314t. What is the RMS value of this current? First option 314 ampere, second option 141 ampere, third option 100 ampere and fourth option 70.5 ampere. നമുക്കറിയാം RMS value is equal to Im divided by root 2. മാക്സിമം കറണ്ട് ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആണ് RMS വാല്യൂ കണ്ടുപിടിക്കേണ്ട ഫോർമുല. നമുക്കറിയാം Im മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് സൈനിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന വാല്യൂ ആയിരിക്കും. therefore RMS is equal to 141 divided by റൂട്ട് 2ൻ്റെ വില എന്ന് പറയുന്നത് 1.41. സോ നമ്മുടെ ആൻസർ 100 ആംപിയർ, ഓപ്ഷൻ സി. നമുക്ക് അടുത്തതായിട്ട് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു ഡാഷ് കിലോ കലോറി. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ 860 കിലോ കലോറി, സെക്കൻഡ് ഓപ്ഷൻ 800 കിലോ കലോറി, തേർഡ് ഓപ്ഷൻ 746 കിലോ കലോറി ആൻഡ് ഫോർത്ത് ഓപ്ഷൻ 736 കിലോ കലോറി. 2016 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു ദ ആൻസർ ഈസ് 860 കിലോ കലോറി. 860 കിലോ കലോറി. നമുക്ക് അടുത്തതായിട്ട് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് 50 ohm. ഇഫ് ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് ഡബിൾഡ് കീപ്പിംഗ് ദ വോളിയം സെയിം, വാട്ട് വിൽ ബി ദ ന്യൂ റെസിസ്റ്റൻസ്? ഓപ്ഷൻ 25 ohm, 50 ohm, 100 ohm ആൻഡ് 200 ohm. നമുക്കിതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. R is equal to OL by A. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഈസ് ഡബിൾഡ്, therefore L2 is equal to 2 into L1 because the length is doubled. അടുത്തതായിട്ട് as volume kept same, area becomes half. Area becomes half. Therefore A2 is equal to A1 divided by 2. As volume kept the same, area becomes half. Therefore A2 is equal to A1 divided by 2. Therefore R2 is equal to
dou L2 by A2 and 2 into L1 divided by A1 divided by 2 is equal to dou into 4L1 by A1 is equal to, the answer is 4R1 is equal to 4 into 50 is equal to 200 ohm. So the answer is 200 ohm. അടുത്തതായിട്ട് 2016 പോളിടെക്നിക് ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. A 4 ohm resistor is connected across a 12 volt battery. The current flowing will be, first option 4 ampere, second option 6 ampere, third option 3 ampere and fourth option 2 ampere. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യും? ബൈ ഓംസ് ലാ. ഓംസ് ലാ പറയുന്നത് എന്താണ്? I is equal to V by R. നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റർ R is equal to 4 ohmഉം 12 വോൾട്ട്, വോൾട്ടേജ് is equal to 12 വോൾട്ടേജുമാണ്. അപ്പോൾ നമുക്ക് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? I is equal to 12 വോൾട്ട് ഡിവൈഡഡ് ബൈ 4 ohm. സോ ആൻസർ ഈസ് 3 ആംപിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. സോ ആൻസർ ഈസ് 3 ആംപിയർ. അടുത്തതായിട്ട് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 പോളിടെക്നിക് ലെക്ചർ എക്സാം ഇൻ സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എ സീരീസ് RL സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു എ 100 volt 50 hertz supply. The resulting current is 10 ampere and power consumed is 500 watt. The power factor of the circuit is, first option 0.5 lag, second option 0.5 lead, third option unity and fourth option 0. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇറ്റ്സ് എ സീരീസ് RL സർക്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ ആൻസർ ലാഗ് എന്ന് എഴുതാം, പക്ഷേ ഞാൻ ഇതിൻ്റെ സൊല്യൂഷനിലോട്ട് പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. P is equal to VI into cos phi. നമുക്കറിയാം പവർ തന്നിട്ടുള്ളത് is equal to 500 watt. അപ്പോൾ VI is equal to 100 into 10 is equal to 1000 watt. Cos phi is equal to 500 divided by 10,000 is equal to 0.5. This is the power factor. Power factor. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു lag since series RL circuit. So നമുക്കറിയാം ഇവിടുത്തെ ആൻസർ is 0.5 lag. This is the answer, 0.5 lag. അടുത്തതായിട്ട് നമുക്ക് 7th ക്വസ്റ്റ്യനിലോട്ട് പോകാം. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2016 പോളിടെക്നിക് ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എ 3 ohm resistor is connected in parallel to 6 ohm resistor. The combination is connected in series to an 8 ohm resistor. A 10 ohm resistor is connected in parallel to the whole combination. The effective resistance is, first option 10 ohm, second option 5 ohm, third option 26 ohm and fourth option 20 ohm. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരച്ചിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. എ 3 ohm resistor is connected in parallel. So 3 ohm resistor is connected in parallel to 6 ohm resistor. So this is 3 ohm and this is 6 ohm. It's connected in parallel. The combination is connected in series to a 8 ohm resistor. So this is 8 ohm resistor. A 10 ohm is connected in parallel. So again 10 ohm. This is 10 ohm. Effective resistance of parallel circuit is equal to R1 R2 the whole divided by R1 plus R2. So here R1 is equal to 3 ohm, that is 3 ohm parallel to 6 ohm, that is equal to 3 into 6 the whole divided by 3 plus 6 is equal to 2 ohm. 3 ohm parallel to 6 ohm in series with 8 ohm, series with 8 ohm, that is again equal to 2 plus 8 is equal to 10 ohm.
that is again equal to 10 ohm. Then again 10 ohm parallel to 10 ohm. 10 ohm again parallel to 10 ohm. If the same valued resistance are connected in parallel, then the effective resistance is half the value. Therefore, 10 ohm parallel to 10 ohm is equal to 5 ohm. So, the answer is 5 ohm. 10 ohm parallel to 10 ohm. That means if the same valued resistance are connected in parallel, then the effective resistance is half the value. Therefore, 10 ohm parallel to 10 ohm is equal to, the answer is 5 ohm. So, the answer is option B, 5 ohm. Next, we will discuss 2016 പോളിടെക്നിക് ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എ 10 ohm resistor is connected across a 20 volt battery. The power consumed is first option 100 watt, second option 200 watt, third option 80 watt and fourth option 40 watt. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ കൺസ്യൂംഡ് ആണ്. അപ്പോൾ P is equal to V square divided by R. P is equal to formula V square divided by R. So voltage is equal to 20 into 20 divided by R. Resistor is 10. So 2. 40 watt. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ 40 watt. P പവർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് P is equal to V square by R. That is ഇവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ട്. അപ്പോൾ 20 സ്ക്വയർ 20 into 20 divided by റെസിസ്റ്റർ 10 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 40 watt. ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th ക്വസ്റ്റ്യൻ ആണ്. 2016 പോളിടെക്നിക് ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദ ഓപ്ഷൻസ് ആർ വോൾട്ടേജ് ലാഗ് ബിഹൈൻഡ് ദ കറണ്ട് ബൈ 90 degree, current leads the voltage by 90 degree, voltage leads the current by 90 degree, voltage and current are in phase. In a purely inductive circuit, the answer is voltage leads the current by 90 degree. In a purely inductive circuit, voltage leads the current by 90 degree. അടുത്തതായിട്ട് നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10th ക്വസ്റ്റ്യൻ 2016 ലെക്ചർ ഇൻ പോളിടെക്നിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കപ്പാസിറ്റർ ഹാവിംഗ് R meter radius with a charge of Q coulombs at a potential of V volt in free space is first option 4 pi epsilon R farad, second option Q by 4 pi epsilon 0 R farad, third option Q by 4 pi epsilon 0 into epsilon R into R farad, and fourth option 4 pi epsilon 0 epsilon R into R farad. So ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 4 pi epsilon 0 into R farads ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.